അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഒരു മതചിഹ്നം വരാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ്? അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ, പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്, അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. കാരണം ഞാൻ വളരെ നിസ്സാരമായിട്ട് 2 പേര് തമ്മിൽ ഫോണിൽ 2 മിനിറ്റിൽ ഫോണിൽ തീരുമായിരുന്ന ഒരു പരാതി, ഒരു കാര്യം മോൾ എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ഫോണിലേക്ക് അയച്ചു എന്ന് ചോദിക്കുമ്പോൾ 2 മിനിറ്റിൽ അത് പറഞ്ഞു തീർക്കാമായിരുന്ന ഒരു കാര്യം പറയാനോ എനിക്ക് കൃത്യമായിട്ടൊരു ആൻസർ തരാനോ തയ്യാറാകുന്നില്ല. 1 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടി വന്നത്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന അൻസിബ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇത്തരത്തിലൊരു വലിയ സംഭവമാക്കി എൻ്റെ പ്രതിച്ഛായയെ ഇകഴ്ത്തുന്ന വിധത്തിൽ, എന്നിലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ, എന്തിന് 10 വയസ്സുള്ള എൻ്റെ മകൾക്ക് ഏകദേശം എൻ്റെ പൊക്കമുണ്ട്, എൻ്റെ പൊക്കമുള്ള എൻ്റെ മകളെയും കൂടി അധിക്ഷേപിച്ചുകൊണ്ട് ആ കുട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ കൊടുത്ത കേസിനെതിരെ അൻസിബ ആദ്യം പറഞ്ഞത് ഇതിന്റെ പിന്നിൽ എന്താ പറയാ, വെണ്ണല മഹാദേവ ക്ഷേത്രത്തിന്റെ ഫണ്ടിനെ എതിർത്തത് കൊണ്ട് ഞാനും ഞങ്ങളുടെ അമ്മയുടെ പ്രസിഡന്റായ ശ്വേതാ മേനോനും ഈ ക്ഷേത്രം ഭാരവാഹികളും ചേർന്ന് ഞാൻ അൻസിബയ്ക്കെതിരെ വ്യാജ പരാതി കൊടുത്തു എന്നാണ് അൻസിബയുടെ ആദ്യത്തെ ആരോപണം ഉണ്ടായിരുന്നത്. നിങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് കേൾക്കുന്നില്ല. ഇതാണ് ആദ്യമേ അൻസിബ പറഞ്ഞിരുന്നത്. എന്നിട്ട് അൻസിബ എന്താ പറഞ്ഞത്? ഇതിനെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ ഒരു കമ്മീഷനെ വെക്കണം എന്നതായിരുന്നു അൻസിബ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇത് തികച്ചും 2 പേർ തമ്മിലുള്ള വ്യക്തിപരമായ ഒരു പ്രശ്നം മാത്രമാണ്. ഇതിന്റെ പിന്നിൽ വേറെ അജണ്ടയോ വേറെ കാര്യങ്ങളോ ഞങ്ങളുടെ പ്രസിഡന്റോ ക്ഷേത്രമോ ഒന്നും ഇല്ല എന്ന് ഞാൻ പറയുകയാണ്. അതേ ദിവസം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ, അവിടെ മതചിഹ്നം വരാൻ പാടില്ല, മതചിഹ്നം വന്നാൽ എന്ത് സംഭവിക്കാനാണ് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക്? അവിടെ എല്ലാ ജാതി മതമില്ലാത്ത മതേതരമായിട്ടുള്ള സംഘടനയാണ് അമ്മ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അവിടെ ഏത് മതത്തിന്റെയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് മണി വന്നാൽ സ്വീകരിക്കാം.